നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആളുകളുടെയും ജീവിതത്തിലേക്ക് ഒരു വ്യക്തി കടന്നു വരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. വ്യക്തി എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു പുരുഷ എനർജിയാണ് കാണുന്നത്. ഇവിടെ ആ ഒരു വ്യക്തിയുടെ എനർജിയായിട്ട് കാണുന്നത് നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്ന, നിങ്ങളുടെ മോശം സാഹചര്യങ്ങളിൽ നിങ്ങളെ ആശ്വസിപ്പിക്കാനായിട്ട് കഴിയുന്ന ഒരു ആളായിരിക്കും എന്നുള്ളതാണ്. ഇവിടെ തീർച്ചയായിട്ടും ഒരു സുഹൃത്തിൻ്റെ രൂപത്തിൽ അവർ നിങ്ങൾക്ക് മുന്നിലേക്ക് കടന്നു വരും എന്നുള്ളതാണ് കാണുന്നത്. അവരുടെ സാമീപ്യത്തിലൂടെ നിങ്ങളിൽ ശാന്തിയും സമാധാനവും സുരക്ഷിതത്വവും അനുഭവപ്പെടുന്നതാണ്. അതുപോലെ തന്നെ ആ ഒരു വ്യക്തിക്ക് മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാനായിട്ട് ഒരു പ്രത്യേക കഴിവുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങളുടെ വിഷമങ്ങൾ മനസ്സിലാക്കാനായിട്ട് അവർക്ക് കഴിയുന്നതാണ്. ഇവിടെ ആ ഒരു വ്യക്തി പക്വതയുള്ള ഒരു ആളാണ്. അതിനാൽ തന്നെ കാര്യങ്ങളെ വളരെ ശാന്തമായിട്ട് ഉത്തരവാദിത്തത്തോടെ കൈകാര്യം ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലും മാനസിക വേദനകളൊക്കെ നേരിടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു വ്യക്തിയുടെ എനർജി അത്തരം വേദനകളെ സുഖപ്പെടുത്താനായിട്ട് നിങ്ങൾക്ക് സഹായകമാവും എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് ആ ഒരു വ്യക്തിയുമായിട്ട് വളരെ ആഴത്തിലുള്ള ഒരു ആത്മബന്ധം നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ടെന്നാണ്. എന്തായാലും നിങ്ങളിൽ ചിലരുടെ ജീവിതത്തിലേക്ക് ഈ ഒരു എനർജിയിലുള്ള ഒരു പുരുഷൻ കടന്നു വരുന്നതായിട്ടാണ് കാണുന്നത്. കൂടാതെ ഇവിടെ ഒന്നിനോടും ഒരു താല്പര്യമില്ലാതെ ഏതോ ഒരു കാര്യത്തിൽ മാത്രം മനസ്സ് കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയിലിരിക്കുന്ന ആളുകളെ കാണുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് മുന്നിൽ സന്തോഷിക്കാനുള്ള, വിജയിക്കാനുള്ള ചില അവസരങ്ങളൊക്കെ വന്ന് എത്തിയിട്ടും അതിനെ ശ്രദ്ധിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ഇല്ലെന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ മനസ്സ് പഴയ എന്തോ ഒരു കാര്യത്തിൽ തങ്ങി നിൽക്കുകയാണ്. ഒരുപക്ഷെ ഏതെങ്കിലും വ്യക്തിയുടെ സ്നേഹവും വിശ്വാസവും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം. എന്നാൽ ആ നഷ്ടപ്പെട്ട് പോയതിൽ മാത്രം നിങ്ങൾ ശ്രദ്ധ കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ചുറ്റും നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആളുകൾ ഉണ്ടായിട്ടും അവരെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു അവസരം നിങ്ങളെ വിട്ട് പോയിട്ടുണ്ടാവാം. എന്നാൽ അതിനേക്കാൾ മികച്ച മറ്റൊരു അവസരം നിങ്ങൾക്ക് മുന്നിൽ ഉണ്ടായിട്ടും അതിനെ ശ്രദ്ധിക്കാതെ വിട്ടുപോയതിനെക്കുറിച്ചായിരിക്കാം നിങ്ങൾ ചിന്തിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ നഷ്ടപ്പെട്ടു പോയ പഴയ ചില കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കൊടുത്തിരിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് മുന്നിൽ ചില നല്ല കാര്യങ്ങൾ ഈ ഒരു സമയം പോലും ഉണ്ടെന്നുള്ളതാണ്. എന്നാൽ പഴയ കാര്യങ്ങളിൽ മനസ്സ് തങ്ങി നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്കതിനെ കാണാനായിട്ട് കഴിയുന്നില്ലെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കുറച്ച് സമയം എടുത്തിട്ടായാലും നിങ്ങളുടെ മനസ്സ് തുറക്കാനായിട്ട് നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്ക് മുന്നിലുള്ള നല്ല കാര്യങ്ങളെ തിരിച്ചറിയാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ, പുതിയ വഴികൾ ഇവയൊക്കെ നിങ്ങൾക്ക് മുന്നിൽ തന്നെയുണ്ട്. അപ്പോൾ അവിടെ നിലവിലെ സാഹചര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി മാനസികമായിട്ട് നിങ്ങൾ തയ്യാറാവുക. വളരെ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇപ്പോൾ നിങ്ങൾ കാണാതെ പോകുന്ന അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ പിന്നീട് വലിയ സന്തോഷങ്ങൾ നൽകുന്നതായിരിക്കും എന്നുള്ളതാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്. അതിനാൽ തന്നെ അവയൊക്കെ നിങ്ങൾ തിരിച്ചറിയാനായിട്ട് ശ്രമിക്കുക. കൂടാതെ ഇവിടെ ചില കാത്തിരിപ്പിലിരിക്കുന്ന ആളുകളെ കാണുന്നുണ്ട്. അതായത് എന്തോ ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നിങ്ങൾ ചെയ്ത് തീർത്തിട്ട് അതിന് നല്ലൊരു ഫലം വന്നു ചേരാൻ വേണ്ടി വളരെ സന്തോഷത്തോടെ കാത്തിരിക്കുന്ന ആളുകളെയാണ് കാണുന്നത്.
അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ക്ഷമയോടെ തന്നെ കാത്തിരിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഫലം ആ ഒരു കാര്യത്തിന് തീർച്ചയായിട്ടും വന്ന് ചേരുന്നതാണ്. അത് സ്ഥിരമായിട്ടുള്ള ഒരു ഫലം തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. അതുപോലെ നിങ്ങളിൽ പല ആളുകൾക്കും ഇപ്പോഴൊരു ഏകാന്തത വളരെ അത്യാവശ്യമാണെന്ന് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട്. അതായത് നിലവിലെ നിങ്ങളുടെ സാഹചര്യങ്ങൾ കൊണ്ട് സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ടിരിക്കുന്ന ആളുകളായിരിക്കാം നിങ്ങളിൽ പലരും. അപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഒരു സമാധാനവും നിങ്ങളുടെ മാനസിക ശക്തിയുമൊക്കെ വീണ്ടെടുക്കാനായിട്ട് ഒരു ഏകാന്തത നിങ്ങളിൽ പല ആളുകൾക്കും ഇപ്പോൾ വളരെ അത്യാവശ്യമാണെന്ന് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പ്രപഞ്ച ശക്തിയിൽ നിന്ന് ധാരാളം അനുഗ്രഹങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നുണ്ട്. അതായത് സാമ്പത്തികവും ആരോഗ്യപരവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലൂടെയാണ് നിങ്ങളിൽ പലരും ഇപ്പോൾ കടന്നു പോകുന്നതെങ്കിൽ അതിലേക്കൊക്കെ ഒരു മാറ്റം എത്തിച്ചേരുന്നുണ്ട്. കൂടാതെ കുടുംബജീവിതത്തിലായാലും സൗഹൃദങ്ങളിലായാലും മറ്റുള്ളവർ നിങ്ങളെ ഒറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങളെ ഒറ്റപ്പെടുത്തിയവർ തന്നെ നിങ്ങളെ ചേർത്ത് നിർത്തുന്ന അവസരങ്ങൾ പ്രപഞ്ചം നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട്. കൂടാതെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഉയർച്ച നിങ്ങളിൽ പലർക്കും വന്ന് ചേരുന്നുണ്ട്. അതുപോലെ ഇവിടെ നിങ്ങളിലേക്ക് പുതിയ തുടക്കങ്ങൾ, പുതിയ പ്രതീക്ഷകൾ ഇവയൊക്കെ കടന്നു വരുന്നുണ്ട്. പലരും പുതിയൊരു ജോലിയിലേക്ക് പ്രവേശിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഒരുപാട് പരിശ്രമിച്ച് കിട്ടിയ ഒരു ജോലി ആയിരിക്കാം അത്. എന്തായാലും അതിലൂടെ നിങ്ങൾക്കൊരു വിജയം ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ പ്രപഞ്ചശക്തി നിങ്ങളിലേക്ക് വളരെയധികം ആത്മവിശ്വാസം എത്തിച്ചു നൽകുന്നുണ്ട്. അതായത് നിലവിൽ നിങ്ങൾ നേരിടുന്ന വിഷമത്തെ, മോശം സാഹചര്യത്തെയൊക്കെ എങ്ങനെയും മറികടക്കാനായിട്ട് എനിക്ക് പറ്റും, അല്ലെങ്കിൽ ഞാൻ മറികടക്കും എന്നുള്ള ആത്മവിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭ പ്രതീക്ഷ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ശക്തിയിലാണോ ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.